നമസ്കാരം. പാകിസ്ഥാന്റെ നെഞ്ചിൻ കൂട് തകർത്തുകൊണ്ട് ഇന്ത്യയുടെ സൈനികർ ഇന്ത്യൻ കൊടി പാറിച്ച കാർഗിൽ എന്ന ചരിത്ര വിജയ ദിനത്തിന്റെ 25 വർഷങ്ങൾ. പാകിസ്ഥാന്റെ കണ്ണിൽ നിന്ന് മായാത്ത ഭയത്തിന്റെ ദിവസങ്ങളായിരുന്നു അത്. എന്നിട്ടും ഒന്നും പഠിക്കാത്ത പാകിസ്ഥാൻ ചരിത്രത്തിൽ നിന്ന് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെന്നും ഭീകരവാദം കൊണ്ട് കൈ കഴുകിയെന്നും ഭീകരവാദം കൊണ്ട് ഒരിക്കലും ജയിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലിൽ പറയുന്നു. ഭയക്കണം പാകിസ്ഥാൻ. കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ഹീനമായ ശ്രമങ്ങളും പരാജയപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ ചരിത്രത്തിൽ നിന്ന് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. തീവ്രവാദത്തിന്റെയും ഒളിയുദ്ധത്തിന്റെയും സഹായത്തോടെ അവർ അത് നിലനിർത്താൻ ശ്രമിക്കുകയാണ്. ഇനി ഒരു ചെറുവിരൽ അനക്കിയാൽ പാകിസ്ഥാന്റെ അസ്ഥിവാരം തോണ്ടാനുള്ള കഴിവും ശക്തിയും ഇന്ന് ഇന്ത്യക്കുണ്ട്. അതിതീവ്ര പ്രഹരശേഷിയുള്ള ആയുധങ്ങളും വിമാനങ്ങളും അടക്കം ഇന്ത്യൻ സൈനികർ കരുത്തോടെ മുൻനിരയിൽ തന്നെയാണുള്ളത്. ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ യുദ്ധമുഖത്തുണ്ടായിരുന്ന അനേകം സൈനികരും ആ വിജയദിനത്തിന്റെ ഓർമ്മകളിലായിരിക്കും ഇന്ന് നമ്മൾ. ആ സൈനികരുടെ കൂട്ടത്തിൽ ഒരു വനിത കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ പൈലറ്റ്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യത്തെ ഇന്ത്യൻ വനിതാ എയർഫോഴ്സ് പൈലറ്റുമായിരുന്നു ഗുഞ്ചൻ സക്സേന. 1999 കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പോരാടുമ്പോൾ വെറും 24 വയസ്സായിരുന്നു ഗുഞ്ചന് പ്രായം. 9 വയസ്സിൽ കോക്പിറ്റിൽ കണ്ട ഗുഞ്ചൻ ഒരു നാൾ താനും പറക്കുന്നത് സ്വപ്നം കണ്ടു. എന്നാൽ കാലം അവൾക്കായി കാത്തുവെച്ചത് മാതൃരാജ്യത്തിനായി പറക്കാനുള്ള അവസരമായിരുന്നു. സൈനിക കുടുംബത്തിലായിരുന്നു ഗുഞ്ചൻ സക്സേന ജനിച്ചത്. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലായിരുന്ന അനൂപ് കുമാർ സക്സേനയായിരുന്നു പിതാവ്. സഹോദരൻ ലഫ്റ്റനന്റ് കേണൽ അൻഷുമാനും ഇന്ത്യൻ സൈന്യത്തിൽ തന്നെയായിരുന്നു. അത് മാത്രമല്ല, ശരീരത്തിൽ ഇനി വെടിയുണ്ടകൾ ഏൽക്കാത്ത ഒരു ഇഞ്ചു സ്ഥലമില്ലാത്ത ഒരു യുവാവ്. 17 വെടിയുണ്ടകളേറ്റ് ചുടുരക്തം കിനിഞ്ഞിറങ്ങിയിട്ടും ഒരു 19കാരൻ തോക്ക് കൈകളിലേന്തി തന്റെ ലക്ഷ്യം പിടിച്ചു. ചതിപ്രയോഗത്തിലൂടെ ഭാരത മണ്ണ് കൈക്കലാക്കാൻ ഇറങ്ങിയ 4 പാകിസ്ഥാൻ സൈനികർ ആ നിമിഷം ആ ഇന്ത്യൻ സൈനികന്റെ ആത്മധൈര്യത്തിന് മുൻപിൽ മരിച്ചു വീണു. കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ശിപായി തസ്തികയിലായിരുന്നു അന്ന് യോഗേന്ദ്ര സിംഗ് എന്ന 19കാരന്റെ സേവനം. 16.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു അദ്ദേഹം സൈന്യത്തിലെത്തിയത്. കാർഗിൽ യുദ്ധ സമയമായപ്പോൾ യോഗേന്ദ്ര സിംഗിന് സൈനിക സേവനം തന്റെ ജീവനാഡിയായി മാറിയിരുന്നു. ഉത്തർപ്രദേശിലെ ഔറംഗാബാദ് സ്വദേശിയായ കരൺ സിംഗ് യാദവ് എന്ന സൈനികനായ അച്ഛനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചോദനം. യുദ്ധം കൊടുമ്പിരി കൊള്ളവേ വിവാഹം കഴിഞ്ഞ 15-ാം ദിവസം യോഗേന്ദ്ര സിംഗ് യുദ്ധമുഖത്തേക്ക് തിരിച്ചെത്തി. രാജ്യത്തിന് വേണ്ടി ധീരയോദ്ധാവ് വീരമൃത്യു വരിച്ചു. അങ്ങനെ എത്ര പേരാണ് നമ്മുടെ സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയത്. നമ്മുടെ സൈന്യത്തിലെ ധീരരായ സൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കും. ഈ രാജ്യം അവരോട് നന്ദിയുള്ളവർ തന്നെയാണ്. കാർഗിൽ യുദ്ധ സമയത്ത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മുടെ സൈനികർക്കിടയിൽ താനും ഉണ്ടായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ വലിയ കാര്യമായി തന്നെ എടുക്കണം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് കാർഗിലെത്തി. ലഡാക്കിലെ ദ്രാസ് യുദ്ധ സ്മാരകത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ കുടുംബങ്ങളും വിരമിച്ച ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങുകളും ഇതിന്റെ ഭാഗമായി തന്നെ നടന്നു. ഏതായാലും ഈ ദിവസം ഒരു മലയാളിക്കും ഒരു ഇന്ത്യക്കാരനും മറക്കാൻ കഴിയാത്ത ദിവസമാണ്.